അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? വെളിയങ്കോട്ട് ഉമ്മർ മൗലവി എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഉമ്മർ മൗലവി. ആ ഉമ്മർ മൗലവിയുടെ മകനാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത്. എന്തിനാണ് ഉമ്മർ മൗലവിന്റെ മകന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തന്നത്? ഉമ്മർ മൗലവി എന്ന് പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ മകന് ഒരു അമുസ്ലിം ആകുമ്പോൾ, അതായത് കാഫിർ ആകുമ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ കാഫിർ ആയത്? അതിന്റെ പിന്നിലെ വലിയ ഒരു ചരിത്രമുണ്ട്. ഉമ്മർ മൗലവി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിന്റെ പണി ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളെയും മുശ്രിക്കും കാഫിറുമാണ് എന്ന് പറയലാണ്. മഹാനരായ ഇ.കെ. ഉസ്താദിനെ പേരെടുത്തുകൊണ്ട് തന്നെ മുശ്രിക്കാക്കിയിട്ടുണ്ട്. എ.പി. ഉസ്താദിനെയും ഇ.കെ. ഉസ്താദിനെയും കെ.വി. കൂറ്റനാടും അദ്ദേഹത്തിന്റെ സൽസബിയിൽ എഴുതുകയാണ്, അങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കെ.വി. കൂറ്റനാട് ഇവർ മുശ്രിക്കുകൾ തന്നെയാകുന്നു. ഖുർആനിൽ അള്ളാഹു താല പറയുന്നത് ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇ.കെ. ഉസ്താദിന്, എ.പി. ഉസ്താദിന്, കെ.വി. കൂറ്റനാട് ഉസ്താദിനൊക്കെ പച്ചക്ക് പച്ച മലയാളത്തില് മുശ്രിക്കാണ് എന്ന് എഴുതി വെച്ച മൗലവിയാണ് എന്ന് മാത്രമല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കാക്കിയ മൗലവിയും കൂടിയാണ്. മാത്രമല്ല, ലോകത്തെ ഹബീബരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറമടക്കം സകല ജാറങ്ങളും തച്ചു പൊളിക്കണം എന്ന് പറഞ്ഞ ഒരു ധിക്കാരി കൂടിയായ ആളാണ് ഈ ഉമ്മർ മൗലവി എന്നുള്ളത് വളരെ പച്ചയായ ഒരു സത്യമാണ്. ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം, ഈ ഉമ്മർ മൗലവിന്റെ മകനാണ് ഈ ബഷീർ എന്ന് പേര്, ആദ്യം ബഷീർ, ഇപ്പോഴും അയാളെ ബഷീർ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും അയാൾ ഇസ്ലാം മതത്തിൽ നിന്ന് തെറിച്ചുപോയി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ആ കറാമത്ത്, മഹാന്മാരായ പണ്ഡിതന്മാരോട് കളിച്ച ഗുരുത്തക്കേട് ഈ ഉമ്മർ മൗലവിയിലൂടെ, അദ്ദേഹത്തിന്റെ മകനിലൂടെ ആണ് വെളിപ്പെട്ടു. ഉമ്മർ മൗലവി ഇ.കെ. ഹസൻ ഉസ്താദ്, സുന്നി കൈരളിയുടെ ആവേശമായിരുന്ന, വഹാബികളോട് ഗർജിക്കുന്ന, വഹാബികളെ എല്ലാ നിലക്കും തകർത്ത മഹാനരായ ഇ.കെ. ഹസൻ ഉസ്താദ്. ആ ഹസൻ ഉസ്താദിനെ കുറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ പറയുമ്പോൾ ആ ഹസൻ ഉസ്താദിനൊന്ന് കാണാൻ അതിയായ ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം അത്രയും സുന്നത്ത് ജമാഅത്തിന്റെ കടുകട്ടിയായിരുന്നു, വഹാബിസത്തോട് അത്രയും വെറുപ്പായിരുന്നു ഹസൻ ഉസ്താദ്. അപ്പോൾ നമ്മള് ആ ഹസൻ ഉസ്താദിന്റെ ചരിത്രമൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒന്ന് കാണാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രയും സുന്നത്ത് ജമാഅത്തിൽ അത്രയും കണിശത പുലർത്തിയ ആളായിരുന്നു ഇ.കെ. ഹസൻ ഉസ്താദ്. പറഞ്ഞു വന്നത്, ആ ഹസൻ ഉസ്താദിനെ കാഫിറാക്കി ആര്? ഉമ്മർ മൗലവി. രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഉമ്മർ മൗലവി ചെയ്ത പണി മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, എല്ലാവരും ചിന്തിക്കണം. ഇ.കെ. ഹസൻ ഉസ്താദ് രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റായ വെളിയങ്കോട്ടുകാരനായ ഉമ്മർ മൗലവി ചെയ്തത്, അസം മുസ്ലിയാരെ, നിങ്ങളിപ്പോൾ കാഫിറാണ്, നിങ്ങൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ കത്തയച്ചിക്കുക. നിങ്ങളിപ്പോൾ കാഫിറാണ്, നിങ്ങൾ മുസ്ലിം ആകുക, എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാ എന്നുള്ളത് രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് വെളിയങ്കോട്ടുകാരനായ ഉമ്മർ മൗലവി കത്തയച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം. അത് തിരിച്ചു. ഇത് ചരിത്ര നിമിഷം. ഇത് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്. ഈ നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. വിദഈ നേതാക്കൾക്ക് തങ്ങളുടെ പിന്മുറക്കാരിൽ സ്വാമിമാർ പിറക്കാതിരിക്കാൻ മഹാന്മാരെ ബഹുമാനിച്ചേ തീരൂ. ഇത് തെളിയിക്കുകയാണ് ബഷീർ മാസ്റ്റർ. ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന സുന്നി പണ്ഡിത തേജസിന്റെ സമക്ഷത്തിങ്കിലേക്ക് വിലാസം മാറി ഉമർ മൗലവി അയച്ച കത്ത് ചരിത്രത്തിലെ കറുത്ത അധ്യായമായി. ആ കണക്ക് തീർത്ത സുന്നി പ്രവർത്തകർ ഉമർ മൗലവിയുടെ മകന് ആ കത്ത് തിരിച്ചേൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന
ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അപമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി ഇ.കെ. ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എത്ര കൃത്യമാണ്! ആ ഹസ്സൻ ഉസ്താദിനോട് കത്തയച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിമാകണം എന്ന് പറഞ്ഞപ്പോൾ ഫലത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇ.കെ. ഹസ്സൻ ഉസ്താദിന്റെ ആ ഗുരുത്തക്കേട് ആരാണോ മുസ്ലിമാകാൻ വേണ്ടി കത്തയച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം മകനങ്ങട്ട് കാഫിറായി. അതങ്ങനെ ഉണ്ടാവും. സുന്നത്ത് ജമാഅത്തിന്റെ കറാമത്താണത്. സുന്നത്ത് ജമാഅത്തിനോട് കളിച്ചാലുണ്ടാവുന്ന ഇതാണത്. സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ശരി, അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ പിഴവ, ഒരു തർക്കമല്ല. അത് പല കോലത്തിൽ പല പേരിട്ട് വന്നാലും, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിയാനി, ഏത് പേരിട്ട് വന്നാലും എല്ലാം ഔട്ടാണ്, എല്ലാം പുറത്താണ്. സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ശരി. അപ്പോൾ ഈ ഇ.കെ. ഹസൻ ഉസ്താദിനോട് മുസ്ലിം ആകുക, നിങ്ങളിപ്പോൾ കാഫിറാണ്, നിങ്ങൾ മുസ്ലിമായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് കത്തയച്ച ആ ഉമ്മർ മൗലവിയുടെ മകനാണ് ഈ ബഷീർ സ്വാമി എന്നറിയപ്പെടുന്ന സർവമത സത്യവാദിയായി മാറി. ഇത് നമ്മളിങ്ങനെ പറഞ്ഞു, ഉമ്മർ മൗലവിൻ്റെ മകൻ കാഫിറായി എന്ന് പറഞ്ഞപ്പോൾ പല വഹാബിയാളും പിടിച്ചിക്കാൻ വേണ്ടി പച്ചനോണ പറഞ്ഞു വന്നീനും, അയാളിപ്പോൾ മുസ്ലിം ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട്. അങ്ങനെ ഇയാളെ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടു. അല്ല, നിങ്ങളിപ്പോൾ മാപ്പിള ജാതിയിൽ തന്നെയാണോ അതപ്പോൾ എത്താ നിങ്ങൾ തീരുമാനം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ അങ്ങനൊന്നും ആയിട്ടില്ല, എല്ലാ മതവും ശരിയാണ്, എല്ലാ മതത്തിലും സത്യമാണ്, എല്ലാ മതവും ശരിയാണ്, ഇസ്ലാം മതം മാത്രമല്ല ശരി എന്നാണ് അയാളെ ഇത്. ഒരു മുസ്ലിമായ ആളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതം ശരി എന്നുള്ള അഭിപ്രായം ശരിയാവൂലല്ലോ. എങ്കിൽ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതം മാത്രമാണ് ശരി. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്ക് സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. അല്ലാത്ത മതങ്ങളൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. അപ്പൊ ഇയാള് സർവമത സത്യവാദിയായി മാറി, കാഫിറായി എന്നുള്ളത് ആകത്തുക. ആരോടാണ് മുസ്ലിമാകാൻ പറഞ്ഞ് കത്തയച്ചത്? ഹസൻ ഉസ്താദിനോട്. ആരാണ് കത്തയച്ചത്? ഉമ്മർ മൗലവി. ആരെ മകനാ ഇപ്പൊ കാഫിറായത്? ഉമ്മർ മൗലവിന്റെ മകൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിനോട് കളിച്ചാലുള്ള ഉരുത്തക്കേട് സംഭവിച്ചതാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ റൂട്ടില് നമ്മളെല്ലാവരും ആവണം. ഇത് കാണുന്ന സാധാരണക്കാരായ മുജാഹിദുകളെ നിങ്ങളെ മൗലവിമാര് പറ്റിക്കാണ്, പലതും പറഞ്ഞ് പറ്റിക്കുകയാണ്. ആയത്തിന്റെ പേരിലും ഹദീസിന്റെ പേരിലും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രസംഗത്തിന്റെ പേരിലൊക്കെ പറഞ്ഞുകൊണ്ട് അത് കട്ടും മുറിച്ചും കള്ളപ്രചരണം നടത്തി നിങ്ങളെ പറ്റിക്കുകയാണ് ഈ മൗലവിമാര് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവുണ്ടായിട്ട് നിങ്ങൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആ മുജാഹിദ് മതത്തിൽ പെട്ടുപോയ സാധാരണക്കാരോടും പറയുന്നു. ഓക്കെ, നിങ്ങളെ മൗലവിമാര് വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. അതിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഇതാണ് മുജാഹിദുകളുടെ അവസ്ഥ.